100 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ എന്നിവയോടൊപ്പം ഗോണ്ട്വാന എന്ന മഹാദ്വീപിന്റെ ഭാഗമായിരുന്നു. ശേഷം ഇന്ത്യൻ പ്ലേറ്റ് വേർപെട്ട് വടക്കോട്ടേക്ക് നീങ്ങി. 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സമുദ്രത്തിലൂടെ ദ്വീപ് രാജ്യമായ വളരെ വേഗത്തിൽ ഏഷ്യയിലേക്ക് നീങ്ങി. യൂറേഷ്യൻ പ്ലേറ്റിൽ കൂട്ടിയിടിച്ച് മഹത്തായ ഹിമാലയൻ പർവ്വതങ്ങൾ പിറന്നു. ഈ കൂട്ടിയിടിയാണ് ഇന്ത്യയുടെ ഭൂഗോളരൂപവും കാലാവസ്ഥയും പിന്നീട് വന്ന സംസ്കാരങ്ങളും നിർണയിച്ചത്. അങ്ങനെ ആയിരുന്നു ഭാരതം പിറവിയെടുത്തത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് സിന്ധു നദിയുടെ തീരങ്ങളിൽ ഒരു അത്ഭുതകരമായ നാഗരികത പിറവിയെടുത്തു. ഹാരപ്പയും മോഹൻജുദാരോയും പോലുള്ള നഗരങ്ങൾ ആധുനികവും ശുചിത്വവുമുള്ളതായിരുന്നു. മികച്ച ജലസേചന സംവിധാനങ്ങളും പൊതുജനങ്ങൾക്ക് വേണ്ടി കുളിക്കാവുന്ന കുളങ്ങളും ധാന്യശേഖരണ ശാലകളും ഇവയിലുണ്ടായിരുന്നു. ഇവർ മെസൊപ്പൊട്ടാമിയയുമായി വ്യാപാരബന്ധങ്ങളും സ്ഥാപിച്ചിരുന്നു. അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊന്നാണ് ഇവരുടെ ഭാഷയും ലിപിയും. ഇന്നുവരെ ഹാരപ്പൻ ലിപി നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹാരപ്പൻ ലിപി പല ശിലാഖണ്ഡങ്ങളിലും മുദ്രകളിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ ഇന്നും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും കഴിഞ്ഞിട്ടില്ല. ഭാഷ സംബന്ധിച്ചും ലിപി സംബന്ധിച്ചും ഉറപ്പ് പറയാൻ കഴിയാത്തത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നാണ്. ഇവർ ഒരു ദൃശ്യമാത്ര ലിപിയാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് നിലവിലെ നിഗമനം. അതായത് ഇന്ന് ഉപയോഗിക്കുന്ന ഭാഷകളിലൊന്നുമായും അതിനെ ബന്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ശുചിത്വമുള്ള തെരുവുകൾ, ഇരുനഗരങ്ങളും ഒരേ രൂപത്തിലുള്ള ചെങ്കല്ലുകളും ക്രമബദ്ധമായ തെരുവു ശൃംഖലകളുടെയും പേരിൽ അറിയപ്പെട്ടിരുന്നു. ഈ രണ്ടു നഗരങ്ങളും സമാന രൂപരേഖ പിന്തുടരുന്നതായും സമാധാനപരവും പരിഷ്കൃതവുമായ ഒരു സംസ്കാരത്തിന്റെ ഭാഗങ്ങളായിരുന്നുവെന്നും ഇതിലൂടെ തെളിയുന്നു. എങ്കിലും 1900 ക്രിസ്തുവിനു മുമ്പോടെ ഈ മഹാനാഗരികത തകർന്നു തുടങ്ങി, നഗരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു. എന്നാൽ അതൊരു പെട്ടെന്ന് സംഭവിച്ച തകർച്ചയല്ല, കുറെ കാരണങ്ങൾ ചേർന്ന് എന്നേക്കുമായ തകർച്ചയായിരുന്നു. ആദ്യം കാലാവസ്ഥ മാറ്റം വലിയൊരു പങ്ക് വഹിച്ചു. ശക്തമായ സരസ്വതി നദി വറ്റുകയും കാലാവസ്ഥ തണുത്തതും വരണ്ടതുമായി. കൃഷി ചെയ്യാൻ കഴിയാതെയായി. രണ്ടാമതായി ഭൂചലനങ്ങൾ നദികളുടെ ദിശ മാറ്റുകയും ചെയ്തു. അതിലൂടെ കൃഷിയുടെയും വ്യാപാരത്തിന്റെയും ആശയവിനിമയം തടസ്സപ്പെട്ടു. മൂന്നാമതായി ചില ചരിത്രകാരന്മാർ ആര്യൻ ആക്രമണ സിദ്ധാന്തം ഉയർത്തുന്നു. മോഹൻജൊദാരോ പോലുള്ള സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങളുടെ തെളിവുകളുണ്ട്. പക്ഷേ ഭൂരിപക്ഷം വിദഗ്ധർ പ്രകൃതി ദുരിതങ്ങളെയാണ് പ്രധാന കാരണമായി വിശ്വസിക്കുന്നത്. അവസാനമായി വ്യാപാരബന്ധങ്ങൾ തകർന്നു, നഗരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു, ജനങ്ങൾ കിഴക്കോട്ട് കുടിയേറി. ഈ സംസ്കാരം ഒടുവിൽ ശാന്തമായി ഇല്ലാതെയായി. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ സംസ്കാരങ്ങളിൽ ഒന്ന് അവിടെ അവസാനിക്കുകയായിരുന്നു.